ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങളുടെ ഉത്തർപ്രദേശിലത്തെ ആദ്യത്തെ നേരം എടുത്തു. ഫസ്റ്റ് ദിവസത്തെ നേരം. അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോവാണ് കേട്ടാ. അപ്പൊ നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ്, നല്ല തണുപ്പല്ല, അത്യാവശ്യം തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അപ്പൊ 5:30 സമയം 5:30 സമയത്ത് തണുപ്പ്. പഞ്ചിലേക്ക് പോയി ചേച്ചി ബാക്കിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തിയിട്ടില്ല. ആ ചേച്ചി എന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ ഇനി നേരെ ഇവിടത്തെ കുർബാന കാണാൻ പോവാണ്. ഇവിടുത്തെ ഇവരുടെ സ്കൂളിലെ പള്ളിയിൽ ചാപ്പൽ, സ്കൂളിലത്തെ ചാപ്പലത്തെ കുർബാനയാണ് ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ പതുങ്ങി നടക്കാം. ഇവിടെ കുരങ്ങന്മാര് ശരിക്കും അവരിന്നലെ പറഞ്ഞു ഇവിടെ ഒക്കെ തൂങ്ങി കിടക്കണ്ടാവും. പ്രശ്നമാണ്. നോക്കി കഴിഞ്ഞാ നിങ്ങളുടെ പിന്നാലെ വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിച്ച് വെച്ചേക്കാം. നമ്മുടെ നാട്ടില് മറ്റേ പട്ടീനെ പേടിക്കണ പോലെ ഇവിടെ കുറയ്ക്കണേ. നോക്കിയാ അവര് പിടിക്കുന്നൊക്കെ പറഞ്ഞാലൊരു ഭയം. കണ്ണിലേക്ക് നോക്കരുത് കുരങ്ങന്റെ. അതായത് കണ്ണിൽ നോക്കാനും കുരങ്ങനെ നോക്കാനും ഭയങ്കര ടെൻഡൻസി. പക്ഷെ കുരങ്ങനെ കണ്ടില്ല കേട്ടാ. നമ്മളെ പേടിച്ചിട്ടൊന്നും തന്നെ കുരങ്ങൻ കണ്ടില്ല. ഇതിൽ കൂടുതൽ എന്ത് കാണാൻ. ഇന്നലെ ഞങ്ങള് സ്കൂളിൽ കാണാൻ വേണ്ടി വന്നപ്പോ അകലെ ഒരു കുരങ്ങനെ കണ്ടായിരുന്നു. അവര് ഇന്നലെ കണ്ട സ്കൂളിന്റെ രാവിലത്തെ വ്യൂ. അഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അഞ്ചില് അവര് ചെല്ലാണ്ട് കുർബാന തുടങ്ങില്ല. ഇവിടുത്തെ നമ്മള് വിചാരിച്ച പോലെ നമ്മളോട് വന്നപ്പോഴാണ് മനസ്സിലായി ഇവിടുത്തെ വലിയ ആൾക്കാരാണ് ഇവര്. സംഭവമാണ് ഇവര് ചെന്നാലും കുർബാന വന്ന് കൊടുക്കണം പള്ളിയില്. ഇവിടെ കുറച്ച് ഫാമിലി ഉള്ളൂ. അപ്പൊ അത് കാരണം ഇവര് ചെല്ലുമ്പോ കുറച്ച് ആൾക്കാർ കൂട്ടിയിട്ട് കുർബാന. നമ്മൾ അങ്ങനത്തെ കുർബാന കണ്ടിട്ടില്ല. 7 മണിക്ക് കുർബാന, എന്നിട്ട് 5:05 കുർബാന അത് അവിടത്തെ മണി അടിക്കണ്ട, അത് അമ്പലത്തിലത്തെ മണി. കുരങ്ങ മോളില് മരത്തുമ്മൊക്കെ തൂങ്ങി ആടി വരൂട്ടാ. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിൽ അവിടെ കുറെ കാണിച്ചിട്ടില്ലേ? കാണിച്ചിട്ടുണ്ടാ? നമ്മളിവിടേക്കൊന്നും കാണിച്ചേ ഇല്ല. ഇതൊന്നും എടുത്തില്ല. ഇന്നലെ നമ്മള് രാത്രി ഒന്നും എടുത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമായിട്ടൊന്നല്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഇവരുടെ യുപി കുരങ്ങനെ എന്തോ പ്രശ്നമാണെന്നാണ്. ഇവരുടെ കുരങ്ങന്മാരുടെ പ്രശ്നമാണെന്ന് പറയണത്. പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു വളരെ നല്ല കമ്പനിയാണ്. എന്നാലും അവരങ്ങനെ പറഞ്ഞാലും നമുക്കൊരു പേടി. കുരങ്ങനായതുകൊണ്ടേ ബോധമില്ലാത്തവരാണോ? അങ്ങനെയല്ല, മേത്തങ്ങനെ ചാടി വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവര് പിടിച്ച് മാന്തിയാലോ. അഞ്ജലിക്ക് ചേച്ചിയുടെ സാരിമ പിടിച്ചു പറഞ്ഞു. ആ സ്റ്റോറികളൊക്കെ കേട്ട പുള്ളിയിലുള്ള ഒരു ഇതാണ്. ഇന്നലെ അത് മിനിഞ്ഞാന്നത്തെ ഞാൻ കണ്ണടച്ച് പറഞ്ഞുള്ളൂ. പിറ്റ് സൂപ്പറായിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങള് പള്ളിയിൽ എത്താറായി. Coming home, never more to roam. Open wide thine arms of love. I am the vine, he would live upon myself, give abundant fruit. Is in Christ Jesus in us will reign. Make us heirs to the joy of heaven through Christ our Lord. Amen. ഇപ്പൊ ഞങ്ങളുടെ കുർബാനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ തിരിച്ചു പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു? അഞ്ജലിയുടെ പാട്ട് സൂപ്പർ ആയിരുന്നല്ലേ? അഞ്ജലിയും അഞ്ജലിയുടെ ഫ്രണ്ട്സ് ആണ്. ഭക്തിസാന്ദ്രമായ പള്ളി എനിക്കിഷ്ടമായ ചാപ്പല്. അടിപൊളിയല്ലേ?
അടിപൊളിയായിരുന്നു. ഇതിവരുടെ സ്കൂളിന്റെ ബാക്ക് സൈഡാണ്. എല്ലാവരും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുശി കുശിക്കാണ്. अभी हम चर्च से आ रहे हैं. हमको फोटो निकालना चाहिए. लेना चाहिए. निकालना है. फोटो निकालना है. तो आपको थोड़ा हेल्प करना सकता है? जरूर. शुक्रिया. വായോ നമുക്ക് ഫോട്ടോക്ക് പോസ് ചെയ്യാം. वाया नहीं आओ. ആവോ ആവോ. അപ്പൊ അഞ്ജലി ഞങ്ങൾക്ക് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജലിയോട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആ സൂപ്പർ ആയിരുന്നു പാട്ട്. മറ്റേ പാട്ട് ചേട്ടന്റെ കയ്യിലുണ്ടാ? ബ്ലെസ്സഡ് ബി ഗോഡ്. ഞങ്ങള് അത് ഇല്ല. അത് ഞാൻ ഇട്ടോട്ടെ. ഇല്ല അടിപൊളിയായിരുന്നു. മാക്കുറു അല്ല മക്കുറു മക്കുറു മക്കുറു. पैंट में क्या कोटा പാവം മക്രുവാണ്. കണ്ടാലേ അറിയാൻ പോവാൻ. ആരോടാ നാളെ നോക്കിക്കൊണ്ടിരിക്കുക. വാ കുരങ്ങനകം പോവാ. അതിന് ഞങ്ങള് ഇന്നത്തെ യാത്ര ആരംഭിക്കാൻ പോകണം. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണു. അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചിട്ട് ആരംഭിക്കാൻ പോകണം. ആയിക്കോട്ടെ, എന്നാലും കഴിക്കുമല്ലോ. ഞങ്ങൾ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോ ചേച്ചി ഫുഡ് ഉണ്ടാക്കണ തിരക്കിലാണ്. അപ്പം മുട്ടക്കറി. ചായ ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നു. തിളച്ചിട്ടില്ല, തിളയ്ക്കും. മുട്ടക്കറിക്കുള്ള പാൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പത്തിനുള്ള പാൻ. പ്രശസ്ത അപ്പം ഉണ്ടാക്കൽക്കാരി ലിജി ടീച്ചറുടെ. ഇല്ലടി നല്ല സൂപ്പർ ആയിട്ട് നോക്കിയേ. ഹോട്ടലിൽ പോകുമ്പോ വീട്ടിൽ അങ്ങനത്തെ സാധനം. ഇവിടെ കൊരങ്ങന്മാര് വരുന്ന വെച്ചാൽ ഞങ്ങൾ നോക്കി ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കൊരങ്ങന്മാര് പേടിയാണെങ്കിൽ ഇന്ന് കൊരങ്ങന്മാരെ ആഗ്രഹിച്ചു. ഞങ്ങളിവിടെ വന്നതറിഞ്ഞിട്ട് പിന്നെ കൊരങ്ങന്മാര് ഏരിയയിലേക്ക് വന്നിട്ടില്ല. നമ്മള് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുമ്പോ വരാവോ? അവര് നോക്കുമ്പോ അവരെക്കാളും വലിയൊരു കൊരങ്ങിനിവിടെ. കൊരങ്ങെത്തിയും അതെ. ഇളയപ്പനും വലിയപ്പനും മക്കളൊക്കെ ഉണ്ടാവും. അതെ, 2 ഫാമിലി മീറ്റപ്പ്. പട്ടി കുടിപ്പിക്കൂട്ട്. പക്ഷെ പട്ടിയെ കെട്ടിയൊക്കെ ഓടിപ്പിക്കാൻ പറ്റില്ല. ഒരു പുറത്ത് കൊണ്ടിരിക്കധികം എന്തെങ്കിലുമൊക്കെ കടി കൂടിയാലോന്ന് കുറിച്ച്. വിതിൻ സെക്കൻഡ്സ് ഷുഗർ പഞ്ചസാരയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം. അതില് മനസ്സിലായിരുന്നു ഇതില് കഴിക്കാൻ. അല്ല, അപ്പത്തിന് പഞ്ചസാര ഇടുന്നു നമ്മള്. അപ്പൊ ഞാനോട് തൊട്ടില്ല എന്തൊരിത്. അല്ലപ്പോ പഞ്ചസാര കമലേച്ച പറഞ്ഞുണ്ട്. മക്കളെ അവിടെ നിന്നുണ്ടോ? ഒന്നും ഒഴിഞ്ഞാലോ. മതി, അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ ആവി പറഞ്ഞു. കൊള്ളാല്ലേ? മരങ്ങനെ ഉണ്ടാക്കി തരുമ്പോ തിന്നോണ്ടിരിക്കുന്ന രസമുണ്ട്. മാവില്ലേ കൊള്ളാം. ചേട്ടാ
ഒരു സാധനം ഉണ്ട് ഇവിടെ ഇവിടെ വന്നേ. അതോ ഇതാരത്? ചേട്ടനെ കണ്ടിട്ടാണ് ചേച്ചി കുക്ക് ചെയ്യണേ. എപ്പോഴാ ഇത് വേണ്ട എനിക്ക് എന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ. നിനക്ക് ആവശ്യമെങ്കിലും എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് എവിടെ ചേച്ചിയുടെ ഫോട്ടോ തന്നെ വെച്ചിട്ടുണ്ടാ? അന്ന് തൊട്ട് ഫോട്ടോ കണി കണ്ടിട്ടുള്ള നമ്മള് രാവിലെ ഉറക്കത്തിന് എനിക്ക് വരണം. അതാരാ? അവിടെ മാതാവാണ് വെച്ചിട്ടില്ലേ ചേച്ചിയാണ് ഫാമിലി. അതുണ്ട്. ഓ അങ്ങനെ സിംഗിൾ ഫോട്ടോ ഉണ്ടോ എവിടെ വെച്ചേക്കണ? ഒരു കുഞ്ഞു കഷ്ണണെങ്കിൽ പോലെ. നമുക്ക് നാളെ വീട്ടിൽ ചെന്ന് ചേച്ചിയുടെ കുറെ ഫോട്ടോ എടുത്തിട്ട് അവിടേക്ക് ആയിട്ട് പിടിച്ചേക്കാം. റൂമിൽ വേണോ? അങ്ങനെ അങ്ങനെ കണ്ടോ ഒപ്പം കണ്ടോ? കണ്ടോ? സ്റ്റീവ് എങ്ങനെയാ വരും? സ്റ്റീവ് അങ്ങനെ ഒരു അങ്ങനെ വരുമെന്ന്. അപ്പൊ അങ്ങനെ ഞാനും അഞ്ജലിക്കുട്ടിയും കൂടിയും ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കാണ്ട UP ബസ്തിയില്. ഇവരുടെ ക്വാർട്ടേഴ്സ് അതാണ്. ഞങ്ങളതിന്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങടെ കൊണ്ടുപോകണോ വല്ല കിഡ്നി എടുക്കാൻ കൊണ്ടുവന്നാണോ? ഇവിടെ നടക്കാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. കൊള്ളാട്ടാ, ഒരു പശുവിന്റെ എരുമേനൊക്കെ മണം വരുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്നു തന്നെ വഴിക്ക് അഞ്ജുവിൻ്റെ ഫ്രണ്ട് ഐഷിയുടെ വീട്ടിൽ കയറിയിട്ടാ. വീട്ടിൽ കയറില്ല, കൊച്ചിനെ പുറത്തേക്ക് വിളിച്ചു. ഉറങ്ങി കിടന്ന കൊച്ചിനെ ഇവള് വിളിച്ച് എനിപ്പിച്ച് പുറത്തു കൊണ്ടു. എന്നിട്ട് പുറത്തു വന്നിട്ട് ഇതേ എന്റെ മാമൻ വന്നിട്ടുണ്ട്. എന്റെ മാമൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ എന്നെ പരിചയപ്പെടുത്തി. മമ്മിയുടെ ബ്രദർ എന്ന് പറയുന്നത് മാമാണ്. മാമി അത് നിങ്ങക്ക് അങ്കിളെന്നെങ്കിലും പറഞ്ഞൂടെ? എന്തിട്ട് മാമൻ വന്നിട്ടെന്ന് പറഞ്ഞ എന്നെ പരിചയപ്പെടുത്തി. എന്റെ കൊച്ചിനോട് ഇനി പോയി കിടന്നോളാം. മര്യാദയ്ക്ക് കിടന്നുറങ്ങിയ ഒച്ചായിരുന്നു. എന്ത് സാധനടി നീ? ഇവിടുത്തെ വഴികളൊക്കെ ഇങ്ങനെ ഇഷ്ടിക ഭാഗ്യ വഴികളുണ്ടാവും. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതായത് നമ്മുടെ മണ്ണിട്ട വഴിയൊന്നും കാണുന്നില്ല. എല്ലാവിടെയും ഇഷ്ടിക എന്തായാലും ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ടാറ്, അല്ലെങ്കിൽ കോൺക്രീറ്റ്, അല്ലെങ്കിൽ ഇഷ്ടിക. ഞങ്ങള് വന്നത് പ്രമാണിച്ച് ഇവിടെയൊക്കെ മൊത്തം അവധി കൊടുത്തേക്കാണ്. ഞാൻ അറിഞ്ഞു. ഇവിടെ ആക്ച്വലി പട്ടികൾക്കൊരു ക്ഷാമം ഇല്ല കേട്ടോ. എല്ലാവിടെയും പട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ പട്ടികളാരും മൈൻഡ് ചെയ്യാനില്ല. ഇവിടുത്തെ ഡേഞ്ചറസ് കുരങ്ങനാണെന്ന് പറയണത്. ആക്ച്വലി കുരങ്ങനെ ഉപദ്രവിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് നോർമലാണ്. പക്ഷെ നമ്മൾ കുരങ്ങനെ നോക്കാനോ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇവർ ഭയങ്കര ഭീകരന്മാരായി മാറണമെന്ന് പറയണത്. പക്ഷെ എന്തായാലും നമ്മൾ വന്നതിന് ശേഷം അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ സെൻറ്റ് ബേസിൽസ് സ്കൂള്. ഇവർ ചേച്ചിയും അളിയനൊക്കെ പഠിപ്പിക്കുന്നതും അതുപോലെ അഞ്ജലിയൊക്കെ പഠിക്കുന്നതുമായ സ്കൂൾ. ഇപ്പുറത്തൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കണ്ട കേട്ടോ. വെള്ളം കെട്ടിക്കിടക്കുന്നത് കുളമാണോ കണ്ടണോ എന്തെന്നറിയില്ല. എന്തായാലും വൃത്തിയായിട്ട വെള്ളമാണ്. നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിതേ തിരിച്ച് വീടെത്തിയപ്പോഴേക്കും ദേ ഇവിടെ മുട്ടക്കറിയും നമ്മൾ നേരത്തെ കണ്ട വെള്ളപ്പല്ലല്ലോ. എന്താപ്പണത്? വെള്ളപ്പം തന്നെയാ. വെള്ളപ്പം അതാ വെച്ചേക്കണ സ്റ്റൈലൊക്കെ നോക്ക്. വല പോലെ കിടക്കണ. ആ അടിപൊളി. ചേച്ചി ഇവിടെ വേറെന്തോ കാര്യമായി വീണ്ടും പണിയിലാണ്. ചായ ഉണ്ടാക്കുന്നു. പിന്നെ ഇവിടെ കുറച്ചപ്പം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്ന് സംഭവം. അല്ല, ഞാൻ അത് വേഗം കൊടുത്തോളാം. ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുണ്ട്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേഗക്കായ ചായ. ചായയുടെ മണം വരുന്നുണ്ട്. ചായ അരിച്ചിട്ട് വേണം. അപ്പൊ ഇവിടെ ചായ ഉണ്ടാക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കുരങ്ങന്മാരടക്കി ഞങ്ങൾ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കണ്ട്. ഒരു കുരങ്ങനെ ഏരിയയിലേക്ക് വന്നില്ല. ഇവരെ ആക്ച്വലി ഞങ്ങളെ പേടിപ്പിച്ചോണ്ടിരിക്കുക. കുരങ്ങന്മാര് വരും, സൂക്ഷിക്കണം, കുരങ്ങന്മാരെ പിടിച്ച് കടിക്കും, തിന്നും എന്നൊക്കെ പറഞ്ഞു. അപ്പം മുട്ടക്കറി ഞങ്ങൾ തിന്നണ്ടോ? വായോ വായിൽ കിട്ടു. അപ്പൊ സന്നചേട്ടന്റെ ബാക്കിയുള്ള ഉറക്കം തല മൂടിക്കൊണ്ട് ഉറങ്ങി തീർത്തോണ്ടിരിക്കും.